ആശാനെ വന്നോ? അനുരാഗം വന്നു. അനുരാഗം വന്നോ? ആർക്കെ? എനിക്കോ? അനുരാഗം ബസ് വന്നോ? ഓ, അനുരാഗം ബസ്. അതിനുവേണ്ടിയല്ലേ ഈ കംപ്ലീറ്റ് ജനവും കാത്തു നിൽക്കുന്നത്. ചേട്ടാ, ബാക്കിയുള്ളൊരു കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ലൈൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് വന്ന് ചാടിക്കോളും പണ്ടാരങ്ങള്. ചേട്ടാ, അനുരാഗം ബസ് വന്നു പോയോ? ചേട്ടാ വന്നുപോയി. അതിലാരും നിന്റെ അമ്മായിമ്മ വന്നിറങ്ങണ്ട. ഞങ്ങളുടെ നാട്ടിലെ കാണാൻ കൊള്ളാവുന്ന 5-6 പെമ്പിള്ളേരുണ്ടെന്ന് വെച്ച് ഭൂമിയിലുള്ള സകല വായി നോക്കിയും കൂടി ഇവിടെ വന്നാ ഇവിടെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യടാ? നിന്റെ ഒന്നും നാട്ടിൽ നല്ല പെമ്പിള്ളേരില്ലേ ഇങ്ങോട്ട് വന്ന് കയറാൻ? അതെ, ഞങ്ങളുടെ നാട്ടിൽ നല്ല പെമ്പിള്ളേരില്ലാഞ്ഞിട്ടല്ല, ഇവിടെ നല്ല ആമ്പിള്ളേരില്ലാത്തോണ്ടാ. എന്നാ പാടാ, ഇവിടെ നല്ല ആമ്പിള്ളേരുണ്ടോ ഇല്ലേന്ന് ഇപ്പൊ തന്നെ കാണിച്ചു തരാടാ. എന്തേ കാണിക്കണം? ഇങ്ങനെ മാറാപ്പാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? നമുക്ക് ആളമണ്ണം പങ്കിട്ടെടുക്കാൻ മാത്രം പെമ്പിള്ളേർ ആ ബസ്സിലോ നടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അപ്പൊ ഈ ബഹളം? ദേ വരുന്ന അടുത്തവന്മാര്. വിട്ടോ, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇന്ന് ബസ്സിൽ അവര് മാത്രമല്ല, അവരുടെ ചേട്ടൻ ഹിറ്റ്ലറുണ്ട്. ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? സുലൈമാനെ, ആറ് ടിക്കറ്റ്, 5 പെൺകുട്ടികൾ മുൻപിലുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയോടാ. പെമ്പിള്ളേർ ഇറങ്ങുമ്പോ ചവിട്ടുപടി എന്ന് പറയുന്നു. ബസ്സിലെ തൊട്ടാലുണ്ടല്ലോ. എന്തായി കാണിക്കുന്നത്? തല്ലിയല്ലേ? തല്ലേ മാത്രമല്ല, നിനക്കൊക്കെ തോണ്ടാനും ചിക്കാനും അല്ല ഞാൻ എന്റെ പെൺകുട്ടികളെ ബസ്സിൽ വിടുന്നത്. ബസ്സിൽ വിടാണ്ട് വല്ല കാറിലും വിടണോ? കാറിലല്ല, നിന്നെ വിമാനത്തിൽ വിടാടാ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ വീർക്കോലി. അവനെ ഇങ്ങോട്ട് വിടേ, ഞാൻ അവനെ വിമാനത്തിൽ കെട്ടാം. അങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. മേലാൽ ഈ ബസ്സിൽ കയറുന്ന എന്റെ പെങ്ങന്മാരുടെ ദേഹത്തെങ്ങാനും കയറി ഉറഞ്ഞോ ഒരിഞ്ഞുകളെ ഞാൻ. നിന്നെ ഒന്നും മാത്രമല്ലടാ, വേറെ ചില അവന്മാരെ എനിക്ക് ഇവിടെ കാണാനുണ്ട്. എന്റെ പെൺകുട്ടികളെ വഴിയെ പോകുമ്പോ കൈവീശി കാണിക്കുകയും വിസിലടിക്കുകയും ചെയ്യുന്ന ചില ഞരമ്പ് രോഗികളെ. നോക്കൂ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എന്ത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നിന്നോടല്ല, നീ നിന്റെ ജോലിയുടെ. ഇത് റിഹേഴ്സലാ. അവൾക്ക് ഞാൻ ഇന്നൊരു എഴുത്ത് കൊടുക്കാൻ പോവുക, അതിന്റെ റിഹേഴ്സൽ. എന്തൊക്കെ സംഭവിച്ചാലും ഈ എഴുത്ത് ഞാൻ ഇന്ന് അവൾക്ക് കൊടുത്തിരിക്കും. എന്റെ എഴുത്ത് വായിച്ചാ അവൾക്ക് മറുപടി തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഹൃദയമാണ് ഞാൻ തുറന്നു കാണിക്കാൻ പോകുന്നത്. നീ ഹൃദയമല്ലേ, അല്ലാണ്ട് കക്ഷമൊന്നുമല്ലല്ലോ തുറന്ന് കാണിക്കുന്നത്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന. എനിക്ക് വെറുതെ കിട്ടുന്നല്ലേ ഇങ്ങനെ കക്ഷത്തിലേക്ക് എടുത്ത് കമത്താൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചീപ്പുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ചീപ്പാണ് നീ. മനുഷ്യൻ ഇത്രയ്ക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രയ്ക്ക് ചീപ്പാൻ പാടില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. ഈ എഴുത്ത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അതിനുള്ള മറുപടി വാങ്ങിച്ചിട്ട് വരട്ടെ. എന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന് കൊടുത്തോ? കൊടുക്കാൻ അവർ തനിച്ചല്ല, കൂടെ ആ ഹിറ്റ്ലറും ഉണ്ട്. ഹിറ്റ്ലറോ? എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് ഓടിക്കറിയത്? പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടെങ്കിലും പോടാ. നിന്നെ ഇതിനകത്ത് കണ്ടാൽ അത് മതി. അയാൾ വന്ന് എന്റെ കട കൂടി തല്ലി പൊളിക്കും. അതിന് പണിയുണ്ട്. ഇത് ആളറിയാണ്ടിരിക്കാനാ. അയാൾ ചോദിച്ചാ വേറെ ആളാണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഒന്ന് പോയടാ. ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ മാറിത്തരാം. താങ്ക് യു. എന്നോടാണ് എനിക്ക് പറഞ്ഞത്. എന്റെ മുടി വെട്ട്. നിന്റെ മുടിയിലെ കഴുത്തോട്ടേണ്ടത്. കഴുത്താണോ? എനിക്കിന്ന് പ്രശ്നമില്ല. കൂട്ടിരിക്കരുത്. വിടാനാ പറഞ്ഞു. പോടാ പോർക്കെ, പോടാ പട്ടി.
ദാ. ദാ, ദാ അവിടെ നിൽക്കാൻ. ദേ, ആള് മാറിപ്പോയി, ഇത് വേറെ ആളാണ്. അവിടെ നിൽക്കാൻ. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യല്ലേ, ഒരു ഭ്രാന്തനാണ്. ഇവിടെ വേണം ഇവിടെ. നിങ്ങൾക്ക് ആർക്കും അവനെ അറിയില്ല. അപ്പൊ പിന്നെ അവനെന്താ ഭ്രാന്തന? ഒരു പരിചയമില്ലാതെ നിങ്ങൾ നോക്കി ഇളിക്കാനും കൈവീച്ച് കാണിക്കാനും. എടേ, മാനം മര്യാദയ്ക്ക് പോകുന്ന പെൺകുട്ടികളെ നോക്കി ഒരുത്തനും കൈവീച്ച് കാണിക്കില്ല. ഇത് നിങ്ങൾക്ക് അവനെ അറിയാം, അവന് നിങ്ങളെ അറിയാം. ജനിച്ചിട്ട് ഇന്നാണോ, ഇന്ന് ആദ്യമായിട്ടാണോ നിങ്ങൾ അവനെ കാണുന്നത്? എടി, ആണോന്ന്? അല്ല, പിന്നെ പിന്നെ എവിടെ വെച്ചാൽ അവനെ പരിചയം? എനിക്ക് പരിചയമൊന്നുമില്ല. വല്യമ്മാവിന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. വല്യമ്മാവന്റെ വീട്ടിലോ? അവനെന്തിനാ അവിടെ പറഞ്ഞത്? ബാലേട്ടനെ കാണാൻ വരുന്നതാ. ബാലേട്ടന്റെ കൂട്ടുകാരനാണെന്നാ പറഞ്ഞ. ആര്? ഇവൻ നിന്നോട് വന്ന് പറഞ്ഞോ ബാലേട്ടന്റെ കൂട്ടുകാരനാണെന്ന്? അല്ല, അമ്മായിയെ പറഞ്ഞ് ബാലേട്ടന്റെ കൂട്ടുകാരനാണെന്ന്. ബാലേട്ടനും ഒരു അമ്മായി അകത്തിരിപ്പില്ലാത്ത ജന്തുക്കൾ. എല്ലാത്തിനും ഞാനത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മായി, എന്തോ എന്റെ മാധവൻകുട്ടി ഇത് ഇങ്ങനെയുണ്ടോ ഒരു കൊലവിളി? കയ്യിലിരുന്ന ഭരണിയും പൊട്ടിച്ച് തൈരും കളഞ്ഞ് മനുഷ്യന്റെ പ്രാണനും പോയി. എവിടെ അവൻ? അമ്മായിയുടെ പുന്നാരമൻ ബാലേന്ദ്രൻ. ഇതിനാ നീ അട്ടാസം മുടക്കി ഇങ്ങോട്ട് വന്നത്? അവനെ കാണാനായിരുന്നെങ്കിൽ നീ നേരെ അങ്ങ് ബാങ്കിലോട്ട് പോയാ പോരായിരുന്നോ? എന്നാ ഞാൻ നേരെ ബാങ്കിലോട്ട് ചെന്ന് അവന്റെ കരണക്കുറ്റി കിട്ടി പൊട്ടിച്ചു വരാം. ആ. അയ്യോ, എന്താ കാര്യം മാധവൻകുട്ടി? ഏയ്, അവിടെ ചെന്ന് അവൻ അടി കൊടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? അവന്റെ തലക്കകത്തുന്ന പിണ്ണാക്കാണോ? എന്റെ വീട് നിറച്ച് പെമ്പിള്ളേരാണ്, അത് പോട്ടെ. ഇവിടെ ഇല്ലേ പ്രായപൂർത്തിയായ ഒരെണ്ണം? ആ വിചാരം ആ കഴുതയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനൊക്കെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ വിടുവോ? ആരെ നിരങ്ങാൻ വിട്ടുന്നാ നീ പറയുന്നേ? അവന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞോട് തന്നെ ഇവിടെ കയറി ഇറങ്ങി മെഴുകുന്നില്ലേ അവൻ തന്നെ? ഇതായിരിക്കുന്നു ഇവൻ തന്നെ ആള്. ഇവന്മാര് തമ്മിൽ എന്താ കല്യാണം കഴിച്ചോ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഫോട്ടോ എടുക്കാൻ? അയ്യോ, ഇവനാണോ? ഇവൻ നമ്മുടെ ഹൃദയഭാനു അല്ലേ? ഏ? ഹൃദയഭാനു. ഹൃദയഭാനു പേര് കേട്ടാൽ അറിയാൻ വിട്ടിയാണെന്ന്. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു പേരിടുവോ ഹൃദയഭാനു എന്ന്? ദേ, അമ്മാവൻ വന്നു. നിന്റെ ഈ ചാട്ടം വെള്ളമൊക്കെ ഒന്ന് നിർത്തണ്ട മാധവൻകുട്ടി. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് കവലയിൽ എന്തായിരുന്നു പ്രശ്നം? നീ ആ ബസ് വരെ അടി ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് പിന്നെ അവന്മാര് നേരെ പെമ്പിള്ളേര് ബസ്സിൽ കയറാൻ സമ്മതിക്കലെന്ന് വെച്ചാ പിന്നെ വേറെ ആരെയാ റോഡിലോട്ട് ഓടിച്ചു കേട്ടല്ലോ? അതാരെയാ? നമ്മുടെ ഹൃദയഭാനുവിന് ഇവന്റെ പെമ്പിള്ളാരുടെ പിന്നാലെ നടക്കുന്നു പറഞ്ഞ. നിനക്കെന്താടാ തലയ്ക്ക് ഓളുണ്ട്? 4-5 പെങ്ങന്മാരുണ്ടെന്ന് വെച്ച് വേറെ ആർക്കും വഴി നടക്കണ്ടേ? അവരൊക്കെ ഓടിച്ചിട്ട് അടിക്കാൻ നടന്നാല് ഭൂമിയിൽ ഇവ മാത്രമല്ല ഒരു ഏട്ടൻ. എടാ, പെൺകുട്ടിയോട് പ്രായമായാലും അവരെ കെട്ടിച്ചയക്കണം. അതാ സ്നേഹമുള്ള ഏട്ടന്മാര് ചെയ്യേണ്ടത്. ആ ഒരു വിചാരം മാത്രം നിനക്കില്ലാത്തതെന്താ? മൂത്ത പെണ്ണ് സീതയ്ക്ക് എത്ര നല്ല ആലോചനയോട് ഞാൻ കൊണ്ടുവന്നതാ. ഏതെങ്കിലും ഒരെണ്ണം ഇവൻ ആലോചിച്ചോ? അതെങ്ങനെയാ? അവരെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെയും കൊണ്ട് നടന്ന് അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ അമ്മാവൻ എന്തായി പറഞ്ഞോണ്ട് പോകുന്നത്? അമ്മാവൻ കൊണ്ടുവന്ന് ഏത് കല്യാണക്കാരിയോ ഇത്ര വലിയ ആനക്കാര്യം? ആ എഞ്ചിനീയറുടെ കാര്യമോ? അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചു. അവൻ ചില പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ സീക്രട്ടായിട്ട് കണ്ടുപിടിക്കും. പിന്നെ ആ ഡോക്ടർ, അവനൊരു സിഗരറ്റ് തീനി 24 മണിക്കൂർ നേരവും അവന്റെ ചുണ്ടേ സിഗരറ്റാ. ഇവനൊക്കെ പിടിച്ച് എങ്ങനെയാ അമ്മായി പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കുന്നത്? എന്റെ മാധവൻകുട്ടി, നീ എന്ത് അക്രമമായി പറയുന്നേ? ഇതൊക്കെ ഒരു കുറ്റവും കുറവാണോ? നീ ഇങ്ങനെ ഭൂമിയിലില്ലാത്ത സർവോത്തന്മാരെ തിരക്കി നടക്കാൻ അവളൊരുത്തി മാത്രമല്ലല്ലോ നിനക്ക് പെങ്ങളായിട്ടുള്ളത്. അവിടെ താഴെ വേറെ 4 എണ്ണമില്ലേ? പിന്നെ നിനക്കെന്നും പറഞ്ഞ് ഞങ്ങളൊരുത്തി ഇവിടെ കാത്തു വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. അവിടെ കാര്യമോ? അവിടെ കരുത്തെ നീ എന്നാ താലി കെട്ടാൻ പോന്നേ? മൂക്കി കൂടെ പല്ല് വന്നിട്ടോ? ഞാൻ പറഞ്ഞു അവളെയും കാത്തു വെച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ. അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ മൂക്കി പല്ല് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുത്തേര്. അറിയാവടാ, നീ ഒടുവിൽ ഇതേ പറയുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാവടാ. നിന്നെ ഓർത്തിട്ടല്ല, നിന്റെ അമ്മ ശാരദയെടുത്തി മരണക്കിടക്കെ കിടന്ന് എന്നോട് പറഞ്ഞ വാക്കാ ഗൗരിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന്. പകരം അമ്മൂനെ അവിടുന്ന് ഇങ്ങോട്ടും എടുക്കണമെന്ന്. ഇല്ലെങ്കിൽ പണ്ടക്ക് പണ്ട് ഞാൻ എന്റെ മോളെ വല്ലോന്റെയും കൂടെ അയച്ചേനെ. എന്റെ അമ്മായി 1000 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സീതയുടെ കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ എന്റെയും ഗൗരിയുടെയും ബാലചന്ദ്രന്റെ അമ്മുവിന്റെയും കല്യാണം ഒരേ മുഹൂർത്തത്തിൽ ഒരേ പന്തലിൽ വെച്ച് ഞാൻ നടത്താമെന്ന്. ഇനി അമ്മായിക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അവളോട് തന്നെ നേരിട്ട് പറഞ്ഞേക്കാം. എവിടെ അവള്? ഗൗരി, ഗൗരി. അവളിവിടെ ഇല്ല. ആ, ഞാനും അത് ആലോചിച്ചു. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ നടുക്ക് കാണുമായിരുന്നല്ലോ കുതിര. എവിടെ പോയി? ഡാൻസിനോ ട്യൂഷനോ? ട്യൂഷൻ ഡാൻസിനോ ഒന്നും അല്ല. അവൾ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, നിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? എന്തിനാ ഇപ്പൊ അവളെ അങ്ങോട്ട് അയച്ചത്? ഞാൻ അയച്ചതാണോ? ഇപ്പൊ ഏത് സമയം അവൾ അവിടെ തന്നെയാ.
നീ വരുന്നതിന് തൊട്ട് മുമ്പേ അവൾ ഇങ്ങോട്ട് പോരും. അത് പറ. അപ്പൊ വെറുതെ അല്ല എന്റെ കുട്ടികൾ വഷളാവുന്നത്. ഇവൾ ഒരുത്തി അവരെ കൂടെ ചീത്തയാക്കുന്നു.